നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ജോലിയില്ലാത്ത യുവാക്കളുടെ എണ്ണം 85% വർദ്ധിച്ചെന്ന് ലോക തൊഴിലാളി സംഘടന. +2 വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ യുവാക്കളുടെ അനുപാതം 2000-ൽ 35.2% 2022-ൽ 65.7% ഉയർന്നു. സ്ത്രീ പുരുഷ അനുപാതം നോക്കിയാൽ +2 കഴിഞ്ഞ 76.7% സ്ത്രീകളും 62.2% പുരുഷന്മാരും തൊഴിൽ രഹിതരാണ്. ഇനി തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാത്ത യുവാക്കളുടെ എണ്ണം നോക്കിയാൽ അത് 95%. വിദ്യാഭ്യാസം ഉയർന്നതിനനുസരിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കും വർദ്ധിക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് നാഷണൽ സാമ്പിൾ സർവേയുടെ വാർഷിക ആനുകാലിക ലേബർ ഫോഴ്സ് സർവേയിൽ പറയുന്നത്. ഓരോ വർഷവും 2 കോടി പുതിയ തൊഴിലവസരങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞാണ് 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. വാഗ്ദാനം പാലിച്ചിരുന്നെങ്കിൽ 2024-ൽ 40 കോടി പേർക്ക് പുതുതായി ജോലി ലഭിക്കുമായിരുന്നു. 2022-ഓടെ 40 കോടി തൊഴിലാളികളുടെ നൈപുണ്യം അഥവാ സ്കില്ല് മെച്ചപ്പെടുത്തുമെന്നായിരുന്നു കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നാഷണൽ സ്കിൽ പോളിസിയിൽ 2015-ൽ പറഞ്ഞിരുന്നത്. എന്നിട്ടോ 2012-ൽ ഔപചാരികമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിശീലനം നേടിയ തൊഴിലാളികളുടെ അനുപാതം 2.3% 2022-23-ൽ എത്തിയപ്പോൾ അത് കഷ്ടിച്ച് 2.4% എന്ന് മാത്രം. ബീഹാർ, UP, ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം.